ബ്രൈറ്റ് അക്കാഡമിയുടെ കേടെറ്റ് പഠിതാക്കൾക്ക് ഇന്നത്തെ ഷുവർ ഷോട്ട് ഡിസ്കഷനിലേക്ക് സ്വാഗതം. അസ്റുൽ അബ്ബാസി എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷുവർ ഷോട്ട് ഡിസ്കഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചോദ്യങ്ങളാണ് നിങ്ങൾ ഓൾറെഡി പഠിച്ച് തറോ ആക്കിയിട്ടുള്ള ഭാഗങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഞാൻ ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തരും. അപ്പൊ നിങ്ങളത് ടൈപ്പ് ചെയ്തിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുക, ഉത്തരം ടൈപ്പ് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യുക. അതിനുശേഷം കറക്റ്റ് ആൻസർ ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം ഇൻഷാ അല്ലാഹ്. യെസ്, ഇപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ വരാം. മുഅസ്സിസു അദ്ദൗലത്തിൽ അബ്ബാസിയ, അബ്ബാസി ഭരണകൂടത്തിന്റെ സ്ഥാപകൻ ഉമർ ബിൻ അബ്ദുൽ അസീസ്, മുആവിയ, അബുൽ അബ്ബാസ് അസ്സിഫാഹ്, അൽ ഹജ്ജാജ് ബിൻ യൂസുഫ് അസ്സഖാഫി. താഴെ കൊടുത്തവയില് അബ്ബാസി ഭരണകൂടത്തിന്റെ സ്ഥാപകൻ ആരാണെന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഹിജറ 132 മുതൽ ഹിജറ 650 വരെയുള്ള കാലഘട്ടങ്ങളാണ് അബ്ബാസി കാലഘട്ടം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അൽ അസ്റു ദഹബി അഥവാ സുവർണ കാലഘട്ടം. അപ്പൊ ഈ ഒരു ഭരണകൂടത്തിന്റെ സ്ഥാപകൻ ആരാണെന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അബുൽ അബ്ബാസ് സിഫാഹ് ആണ്, മുഅസ്സിസു അദ്ദൗലത്തിൽ അബ്ബാസിയ. അടുത്ത ചോദ്യം, ആസിമത്തുൽ ഖിലാഫത്തി ഫിൽ അസ്രിൽ അബ്ബാസി. അബ്ബാസി കാലഘട്ടത്തിന്റെ ആ ഒരു ഭരണകൂടത്തിന്റെ ആസിമ, ക്യാപിറ്റൽ ഏതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അമവി കാലഘട്ടവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ദമസ്കസ് ആയിരുന്നു തലസ്ഥാനം. ഇവിടെ അസ്റുൽ അബ്ബാസിയിലെ ആ ഒരു ഭരണകൂടത്തിന്റെ ആസിമത്ത് ഏതായിരുന്നു? മക്ക, അൽ മദീന, ബഗ്ദാദ്, അൽ ഖാഹിറ. യെസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബഗ്ദാദ് ആയിരുന്നു അബ്ബാസി കാലഘട്ടത്തിലെ ആ ഒരു ഭരണ കാലഘട്ടത്തിലെ തലസ്ഥാനം. ബഗ്ദാദ് ആണ്. അടുത്ത ചോദ്യം, യുഅറഫു അൽ അസ്റുൽ അബ്ബാസി അസ്റൻ ദഹബിയൻ. നേരത്തെ ഞാൻ പറഞ്ഞു അബ്ബാസി കാലഘട്ടം അറിയപ്പെടുന്നത് സുവർണ കാലഘട്ടം എന്നുള്ള ഒരു പേരിലാണ്. എന്തുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏത് കാരണത്താലാണ്? ലിദ്ദീനിൽ ഇസ്ലാമി അതായിരുന്നു കാരണം, അതോ ലിൽ അദബിൽ ആലമി, അതോ അൽ അദബുൽ അറബി? ഓപ്ഷൻ ഡി, ലിൽ മുസ്ലിമീൻ, അവിടുത്തെ മുസ്ലിങ്ങൾ കാരണമായിരുന്നു. ഇസ്ലാം എന്ന ദീന് കൊണ്ടാണോ, അല്ലെങ്കിൽ അദബുൽ ആലമി കൊണ്ടാണോ, അല്ലെങ്കിൽ അറബി സാഹിത്യം കൊണ്ടാണോ, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു റീസൺ കൊണ്ടാണോ? ഏത് കാരണത്താലാണ്, അല്ലെങ്കിൽ ഏതിന്റെ വളർച്ച കാരണത്താലാണ് സുവർണ കാലഘട്ടം എന്ന് അസ്റുൽ അബ്ബാസി അറിയപ്പെട്ടിരുന്നത് എന്നതാണ് ചോദ്യം. യെസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക, അൽ അദബുൽ അറബി. നമുക്ക് ഒരു സംശയവുമില്ല, അറബി സാഹിത്യം അല്ലെങ്കിൽ അറബി സാഹിത്യത്തിന്റെ വിഭിന്നമായിട്ടുള്ള, വളരെ വ്യത്യസ്തമായിട്ടുള്ള, മറ്റ് കാലഘട്ടവുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, ശൈലിയിലും മറ്റെല്ലാം ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹിത്യ രീതി അബ്ബാസി കാലഘട്ടത്ത് ഡെവലപ്പ് ചെയ്തു വന്നു എന്നുള്ളത് ആ ഒരു കാലഘട്ടം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അറബി സാഹിത്യത്തിന്റെ ആ ഒരു വളർച്ച, ഒരു വ്യത്യസ്തത കൊണ്ട് തന്നെയാണ് ആ ഒരു കാലഘട്ടത്തെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, അസ്സിഫാഹ് ലഖബ് ആർക്കാണ് ഈ ഒരു ലഖബ് ലഭിച്ചിട്ടുള്ളത് എന്നാണ്. ഹാറൂൺ റഷീദാണ്. അബ്ബാസി ഖലീഫയായിട്ടുള്ള ഹാറൂൺ റഷീദായിരുന്നോ, അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ആയിരുന്നോ, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനായിരുന്നോ, അതോ അബുൽ അബ്ബാസിനായിരുന്നോ അസ്സിഫാഹ് എന്നുള്ള ലഖബ് ലഭിച്ചത്?
ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നേരത്തെ നമ്മൾ കണ്ടു മുഅസ്സിസു അദ്ദൗലത്തുൽ അബ്ബാസിയ, മുഅസ്സിസു ദൗലത്തുൽ അബ്ബാസിയ അല്ലെ. അബ്ബാസി ഭരണകൂടത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? അബുൽ അബ്ബാസ് അസ്സിഫാഹ് ആയിരുന്നു. അപ്പോ അസ്സിഫാഹ് എന്നുള്ള ലഖബ് ലഭിച്ചത് അബുൽ അബ്ബാസ് എന്ന ഖലീഫക്കായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അബ്ബാസി ഭരണകൂടത്തിന്റെ സ്ഥാപകനായിട്ടുള്ള അബുൽ അബ്ബാസിന്റെ ലഖബായിരുന്നു അസ്സിഫാഹ്. നെക്സ്റ്റ് ചോദ്യം, ഹാറൂൺ റഷീദ് ഖലീഫത്തു അബ്ബാസിയാണോ, ഖലീഫത്തു ഫാത്തിമിയാണോ, ഖലീഫത്തു അമവിയാണോ, ഖലീഫത്തു മൊഗൂലിയാണോ? എളുപ്പമുള്ള ചോദ്യമാണ്. അബ്ബാസി ഖലീഫയായിരുന്നോ, ഫാത്തിമി ഖലീഫയായിരുന്നോ, അമവി ഖലീഫയായിരുന്നോ, മുഗൾ ഖലീഫയായിരുന്നോ? ഹാറൂൺ റഷീദ്. യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഖലീഫത്തു അബ്ബാസി, അബ്ബാസി ഖലീഫയായിരുന്നു ഹാറൂൺ റഷീദ്. ആറാമത്തെ ചോദ്യം, قويت النشاطات الأدبية والفكرية في العصر العباسي بسبب. അബ്ബാസി കാലഘട്ടത്ത് ലിറ്റററി ആക്ടിവിറ്റീസും അതേപോലെ ഫിക്രി ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഒക്കെ, ലോജിക്കൽ ആക്ടിവിറ്റീസും ഒക്കെ വളരെ ശക്തി പ്രാപിച്ച ഒരു കാലഘട്ടമായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം അബ്ബാസി കാലഘട്ടത്ത് വരാൻ കാരണം എന്നുള്ളതാണ് ചോദ്യം. മറ്റുള്ള കാലഘട്ടത്തെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഉലൂമുകളുടെ ഒരു ഡെവലപ്മെന്റ്സ് അബ്ബാസി കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇൽമുൽ നഹ്വ് ആണെങ്കിലും, പിന്നെ ഇൽമുൽ മന്തിഖ് ആണെങ്കിലും, അങ്ങനെ പിന്നെ ഇൽമുൽ ഫലാസിഫ ആണെങ്കിലും അല്ലെ, നമ്മൾ ആ ഒരു കാലഘട്ടം പഠിച്ചപ്പോൾ ഒരുപാട് രീതിയിലുള്ള ഇൽമുകൾ, ഇൽമുൽ ഹദീസ്, ഇൽമുൽ ഫിഖ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇൽമുകൾ ഈ ഒരു കാലഘട്ടത്ത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഫിലോസഫി, ലോജിക് തുടങ്ങിയിട്ടുള്ള പല ഇൽമുകൾ. അപ്പൊ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തു വരാൻ, ശക്തി പ്രാപിച്ചു വരാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, ഇംതിസാജുൽ ഹളാറാത്ത് വസ്സഖാഫാത്തുൽ മുതനവ്വിഅ ബിത്തിറാസിൽ അറബി. കൾച്ചർ, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൾച്ചറുടെ ഒരു മിക്സപ്പ്, അറബി കൾച്ചറുമായിട്ട് മറ്റുള്ള കൾച്ചറുകളുടെ ഒരു മിക്സപ്പ്, അതാണോ കാരണം? അതല്ല അത്തഹസ്സുബ് സിയാസി വത്തനാഫുസ് ബൈനൽ അഹ്സാബ്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആണോ, പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഒരു ഒരു ഇൻഫ്ലുവൻസ് ആണോ? അതല്ല അൽ ഇൽത്തിറാബാത്തി ദാഖിലിയ വത്തനാഹുർ ബൈനൽ ഖബാഇൽ, കബീലകൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റുകൾ, പ്രശ്നങ്ങൾ, ഇന്റേണൽ കോൺഫ്ലിക്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. കബീലകൾ തമ്മിൽ ഉള്ളിൽ തന്നെ, ആ രാഷ്ട്രങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. കേൾക്കണില്ല? എല്ലാവർക്കും അങ്ങനെയാണോ? ഓക്കെ, അപ്പൊ ചിലപ്പോ അവിടുത്തെ പ്രശ്നമാവും, റേഞ്ച് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി പറയുന്നത് കബീലകൾ തമ്മിലുള്ള ചെറിയ രീതിയിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രങ്ങളുടെ ഉള്ളിൽ തന്നെ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണോ? അതല്ല ഓപ്ഷൻ ഡി ജമീഉൻ മാ ദുക്കിറ, ഈ ഓപ്ഷൻ എ മുതൽ സി മുതലുള്ള എല്ലാ കാരണങ്ങൾ കൂടിയിട്ടുള്ളതാണോ? ഏതാണ് ഇങ്ങനെ ഒരു ഫിക്രി ആയിട്ടും അദബി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അബ്ബാസി കാലഘട്ടത്തിൽ ശക്തി പ്രാപിക്കാനുള്ള കാരണം എന്നുള്ളതാണ് ചോദ്യം. യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇംതിസാജുൽ ഹളാറാത്ത് വസ്സഖാഫാത്തിൽ മുതനവ്വിഅ ബിത്തിറാത്തിൽ അറബി, അറബി പൈതൃകവുമായിട്ട്, അറബി കൾച്ചറുമായിട്ട് മറ്റുള്ള കൾച്ചറുകൾ മിക്സപ്പ് ചെയ്യാനുള്ള ഒരു കാരണം അബ്ബാസി കാലഘട്ടത്താണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സിറ്റുവേഷൻ അബ്ബാസി കാലഘട്ടത്താണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം അബ്ബാസി കാലഘട്ടത്തിലെ നമ്മള് കവികളെയൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒരുപാട് കവികളുടെയൊക്കെ അസല് വരുന്നത് ഫാരിസിയാണ് അല്ലെ, പേർഷ്യൻ അസലൊക്കെ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പേർഷ്യൻ കൾച്ചറും പിന്നെ നമ്മുടെ അറബി കൾച്ചറും അതൊക്കെ മിക്സപ്പ് ചെയ്തിട്ട് അങ്ങനെ സാഹിത്യ സൃഷ്ടികളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി എന്നുള്ളത് നമ്മൾ ആ ഒരു കാലഘട്ടം പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ഇംതിസാജ്, ആ ഒരു മിക്സപ്പ്, കൾച്ചറിലുള്ള ആ ഒരു മിക്സപ്പ് ആണ് ഇവിടെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒലൂമകളൊക്കെ ശക്തി പ്രാപിക്കാൻ കാരണമായിട്ടുണ്ടായത്.
അടുത്ത ചോദ്യം, ഇസ്മുൽ മദീന അല്ലത്തി ബനാഹ അൽ ഖായിദ് ജൗഹറു സഖലി. അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ജൗഹറു സഖലി ഉണ്ടാക്കിയിട്ടുള്ള സിറ്റിയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അൽ ഖാഹിറ, ബഗ്ദാദ്, ത്വഞ്ച, അൽ ഖുർത്തൂം. ഖാഹിറ, ബഗ്ദാദ്, ത്വഞ്ച, ഖർത്തൂം. യെസ്, ജൗഹറു സഖലി ഉണ്ടാക്കിയിട്ടുള്ള മദീനയുടെ പേര് ഖാഹിറ, അല്ലെങ്കിൽ കെയ്റോ എന്നുള്ള ഒരു സിറ്റി ഉണ്ടാക്കിയത് ജൗഹറു സഖലി എന്ന് പറയുന്ന നേതാവാണ് എന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഇക്കൂട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന പോയിന്റ്സും കൂടി ഓർത്തു വെക്കാം. ബഗ്ദാദ് നിർമ്മിച്ചത് അബു ജാഫർ അൽ മൻസൂർ ആണ്. ബഗ്ദാദ് എന്നുള്ള മദീന നിർമ്മിച്ചത്. ത്വഞ്ച നിർമ്മിച്ചത് അൽ മലിക്കുൽ അംസീഖി സോഫ്കാസ് എന്ന് പറയുന്ന നേതാവാണ്. അതേപോലെ ഖർത്തൂം നിർമ്മിച്ചത് ജയ്ഷുൽ ഉസ്മാനി എന്ന് പറയുന്ന നേതാവാണ്. ഈ അടുത്ത ചോദ്യം 2023 കേട്ടറ്റ് 3 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അൽ ബറാമിക്ക. നമുക്കറിയാം, ബറാമിക്കക്കാർ എന്ന് പറയുമ്പോൾ അബ്ബാസി കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള വളരെ എന്താ പറയാ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൂട്ടം, ഒരു വിഭാഗം ആളുകളാണ് ബറാമിക്കീങ്ങൾ അല്ലെ. കാനൂമിൻ അക്സരിന്നാസ് തഅ്സീറൻ വനുഫൂസൻ ഫിദ്ദൗല. അപ്പൊ ഇവിടെ ഞാൻ തന്നെ ഉത്തരം പറഞ്ഞു. അത് ഏത് കാലഘട്ടത്തെ അല്ലെങ്കിൽ ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കൂട്ടം വിഭാഗക്കാരാണ് ബറാമിക്കക്കാര് എന്നാണ് ചോദ്യം. അമവി കാലഘട്ടത്താണോ, അല്ലെങ്കിൽ അമവി രാഷ്ട്രത്തിലെ ഉണ്ടായിട്ടുള്ളതാണോ, അബ്ബാസി രാഷ്ട്രമാണോ, അല്ലെങ്കിൽ ഉസ്മാനി, മൊഗൂലി, ഇതിലേത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏത് രാഷ്ട്രത്തിൽ വളരെ പ്രശസ്തരായിട്ടുള്ള ഒരു വിഭാഗം ആളുകളായിരുന്നു ബറാമിക്കക്കാർ എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ഉത്തരം ഏതാണ്? അബ്ബാസി കാലഘട്ടത്ത് അബ്ബാസി രാഷ്ട്രത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗം ആളുകളായിരുന്നു ബറാമിക്കീങ്ങൾ. ഇനി നമ്മൾ അബ്ബാസി കാലഘട്ടത്തിലെ സാഹിത്യത്തിലേക്ക് വരികയാണ്. അൽ അദബുൽ അറബി ഫിൽ അസ്രിൽ അബ്ബാസി. അപ്പൊ നിങ്ങൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രധാനപ്പെട്ട ഫുഖഹാക്കൾ അല്ലെങ്കിൽ സിഹാഹു സിത്തയുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെ, ഇമാം, അതേപോലെ കവികൾ നിങ്ങൾ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു ഭാഗത്ത് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി വരുന്നത്. അപ്പൊ ഇതില് 2016, 18 ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അൽ അവ്വലു മിനൽ അഇമ്മത്തിൽ അർബഅ. അപ്പൊ നിങ്ങൾക്ക് ഒരു ടോപ്പിക് തന്നെ ഉണ്ട് അല്ലെ, പ്രധാനപ്പെട്ട 4 ഇമാമുമാര് അല്ലെ. അപ്പൊ അതില് ആദ്യത്തെ ഇമാം ആരായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അബൂ ഹനീഫ, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക് ബിൻ അനസ്, ഇമാം ഷാഫിഈ. യെസ്, ഇതിൽ ആരാണ്? സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? സ്ക്രീന് പോയിട്ടുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. ഉത്തരം ടൈപ്പ് ചെയ്തോളൂ, ഒരു മിനിറ്റ്. ഓക്കെ, അല്ലേ? യെസ്. അപ്പൊ എന്തായാലും ഇമാം അബൂ ഹനീഫ, 4 ഇമാമുമാരെ കുറിച്ച് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. അവരെ കുറിച്ചിട്ടുള്ള അവരുടെ ജനനം, അവരുടെ മരണം, അതേപോലെ അവരുടെ വർക്കുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ആദ്യത്തെ ഇമാം വരുന്നത് ഇമാം അബൂ ഹനീഫയാണ്. അടുത്ത ചോദ്യം, അൽ ഇമാമു സാനി മിനൽ അഇമ്മത്തിൽ അർബഅ. ഈ 4 ഇമാമുമാരിൽ രണ്ടാമത്തെ ഇമാം ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അൽ ഇമാം അബൂ ഹനീഫ, അൽ ഇമാം ഷാഫിഈ, അൽ ഇമാം മാലിക് ബിൻ അനസ്, അൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ. യെസ്, അൽ ഇമാം മാലിക്. അൽ ഇമാം മാലിക് ബിൻ അനസ് ആണ് രണ്ടാമത്തെ ഇമാമായിട്ട് വരുന്നത്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് മനിൽ മുലഖബ് ബി ഇമാം ദാറുൽ ഹിജ്റ. ഇമാം ദാറുൽ ഹിജ്റ എന്നുള്ള ഒരു ലഖബ് അല്ലെങ്കിൽ ആ ഒരു വിശേഷണത്തിൽ അറിയപ്പെട്ട ഇമാം ആരായിരുന്നു? ഇമാം മാലിക്, അനസ് ബിൻ മാലിക്.
തൊള്ളോട് നേരെ പറയപ്പെടും. മാലിക് ബിൻ അനസ്, അഹ്മദ് ബിൻ ഹംബൽ, അബൂ ഹനീഫത്തുൽ കൂഫി. ഈ ക്ലാസ് എടുക്കണ റെക്കോർഡ് ചെയ്യുമോ ഇപ്പൊ? ഇനി നമുക്ക് വിട്ടരും. മ്യൂട്ട് ചെയ്യണേ നിങ്ങള്. ഇമാമു ദാറുൽ ഹിജ്റ എന്നുള്ള പേര് നമ്മൾ ആ ഒരു തിയറി പാർട്ട് നിങ്ങൾ പഠിച്ചപ്പോ അല്ലെ, മദീനയിൽ ഒരുപാട് കാലം താമസിച്ച ഇമാമായിരുന്നു. അതുകൊണ്ട് ഇമാമു ദാറുൽ ഹിജ്റ എന്നുള്ള പേരൊക്കെ ലഭിച്ചു എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു ആ ഇമാം എന്നുള്ളതാണ് ചോദ്യം. മാലിക് ബിനു അനസ് ആണ് കറക്റ്റ് ആൻസർ. ഇമാം മാലിക് ബിനു അനസ്. യെസ്. ഇനി 2023 കേട്ടറ്റ് 4 ചോദിച്ചൊരു ചോദ്യമാണ്. താഴെ കൊടുത്തവയിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള പേര് സെലക്ട് ചെയ്യാനാണ്. കിതാബുൽ ഉമ്മ് ഇമാം ഷാഫിഈ, കിതാബുൽ ബുഖലാ അൽ മൻഫലൂത്തി, അലാ ഹാമിഷി സീറ ജാഹിൽ, അൻ-നളറാത്ത് ത്വാഹ ഹുസൈൻ. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ത്വാഹ ഹുസൈൻ. അപ്പൊ ഇതില് കറക്റ്റ് ആയിട്ടുള്ള പേര് ഏതാണ്? ഓതേഴ്സും അവരുടെ ഗ്രന്ഥങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഗ്രന്ഥങ്ങളുടെ പേരും അതിനുശേഷം ഓതേഴ്സിന്റെ പേരുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് ആയിട്ട് യോജിച്ചു വരുന്നത് കറക്റ്റ് ആയിട്ടുള്ള പേര്. യെസ്. ഓപ്ഷൻ എ കിതാബുൽ ഉമ്മ്, ഇമാം ഷാഫിയുടെ ഗ്രന്ഥമായിട്ടുള്ള കിതാബുൽ ഉമ്മ്. ഇതാണ് ഇതിൽ കറക്റ്റ് പേരായിട്ട് വരുന്നത്. ബാക്കിയൊക്കെ തെറ്റായിട്ടുള്ള പേരാണ്. കിതാബുൽ ബുഖലാ അതാരുടേതാണ്? മൻഫലൂത്തിയുടെ അല്ല. അതെ. അലാ ഹാമിഷി സീറ, അലാ ഹാമിഷി സീറ ആരുടേതാണ്? അതേപോലെ നളറാത്താണ് മൻഫലൂത്തിയുടെ അല്ലെ, നളറാത്ത് അബറാത്ത്, അതേപോലെ നളറാത്താണ് മൻഫലൂത്തിയുടെ വരുന്നത്. യെസ്. ഇനി അടുത്ത ചോദ്യം കവിതയുടെ വരികളാണ്. അഖീ ലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തത്തിൻ സഉനബ്ബീക അൻ മജ്മൂഇഹാ ബിബയാൻ ദകാഉ വഹിർസിൻ വഇസ്തിബാറുൻ വബിലുഗ വഇർഷാദു ഉസ്താദിൻ വതൂലു സമാൻ എന്ന് പറയുന്ന ഈ വരികള്. മാ മഅന കലിമത്തു ഇസ്തിബാർ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഇഖ്തിബാർ എന്നുള്ള പദം കൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? 2023 ചോദിച്ച ചോദ്യമാണ്. ഈ വരികള് നിങ്ങൾ ഒരു പക്ഷെ തിയറി പാർട്ട് പഠിച്ചപ്പോ നിങ്ങൾ പരിചയപ്പെട്ട വരികളാണ്. ആരുടേതാണെന്ന് പറയാൻ പറ്റുമോ? ഇമാം ഷാഫി. അതെ, ഇമാം ഷാഫിയുടെ വരികളാണ്. ഇതിൽ ഇസ്തിബാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ സി സ്വബർ. സ്വബർ ആണ് കറക്റ്റ് ആൻസർ. ഇസ്തിബാർ, സ്വബർ. അടുത്ത ചോദ്യം അൽ ഉമ്മ് കിതാബുൻ മഷ്ഹൂറുൻ ലിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മൗദൂഅ. 2020 ചോദിച്ച ചോദ്യമാണ്. ഇമാം ഷാഫിയുടെ ഗ്രന്ഥമാണ് അൽ ഉമ്മ്. ഇതിലെ വിഷയമാണ് ചോദിച്ചിട്ടുള്ളത്. ഷിഅർ, ഹയാത്ത്, അദ്ദേഹത്തിന്റെ കവിതയാണോ, ഹയാത്തുഹു അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റിയാണോ പ്രതിപാദിക്കുന്നത്, ഫിഖ്ഹ് ആണോ, താരീഖ് ആണോ? യെസ്, സംശയമില്ല അല്ലെ. കിതാബുൽ ഉമ്മ എന്ന് പറയുമ്പോൾ ഫിഖ്ഹി ഗ്രന്ഥമാണ്. ഫിഖ്ഹ് തന്നെയാണ് ഉത്തരം. ഓപ്ഷൻ സി അൽ ഫിഖ്ഹ്. അടുത്ത ചോദ്യം ലൈസ മിൻ സിഹാഹി സിത്ത. സിഹാഹു സിത്തയിൽ പെടാത്തത്. നമ്മള് ഫിഖ്ഹ് ഭാഗം കഴിഞ്ഞു, അഇമ്മത്തുൽ അർബഅ കഴിഞ്ഞു, ഹദീസിലേക്ക് വന്നിരിക്കുകയാണ്. അതിൽ സിഹാഹു സിത്ത 6 പേരുടെ നമ്മൾ പഠിച്ചതാണ്. 6 പേരുടെ പേരുകളും പിന്നെ ഹദീസ് പണ്ഡിതന്മാരുടെ പേരുകൾ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ താഴെ കൊടുത്തവയില് സിഹാഹു സിത്തയിൽ പെടാത്ത ആൾ ആരാണെന്നുള്ളതാണ് ചോദ്യം. യെസ്, അൽ മുവത്ത. അൽ മുവത്ത എന്നുള്ളത് ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് അല്ലെ. ആരുടെ ഗ്രന്ഥാണത്? മാലിക് ബിൻ അനസ്. യെസ്, മാലിക് ബിൻ അനസിന്റെ ഗ്രന്ഥമാണ് അൽ മുവത്ത. അതൊഴികെ ബാക്കിയുള്ളവര് ഇബ്നു മാജ, അബൂ ദാവൂദ്, അത്തിർമിദി ഇവര് സിഹാഹു സിത്തയിൽ പെട്ട ആളുകളാണ്.
അങ്ങനെയാണെങ്കിൽ സിഹാഹു സിത്തയിൽപ്പെട്ട പ്രധാനപ്പെട്ട 6 പേര് ഇമാം അൽ ബുഖാരി, ഇമാം അൽ മുസ്ലിം, അന്നസായി, അബൂ ദാവൂദ്, തിർമിദി, ഇബ്നു മാജ. പ്രത്യേകം ആറ് പേരുടെ പേരുകൾ അത് പ്രത്യേകം ഓർത്തു വെക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, മൻ സാഹിബ് അൽ ജാമിഉ സ്വഹീഹ്. ജാമിഉ സ്വഹീഹ് എന്നുള്ള ഗ്രന്ഥത്തിന്റെ സാഹിബ് ആരാണ്? അബുൽ ഹസൻ മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് അൻ-നൈസാബുരി, അബു അബ്ദുറഹ്മാൻ അഹ്മദ് ബിൻ അലി അൻ-നസായി, മുഹമ്മദ് ബിൻ യസീദ് ബിൻ മാജ, അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി. ആരുടെ ഗ്രന്ഥമാണ് അൽ ജാമിഉ സ്വഹീഹ്? യെസ്, ഇമാം ബുഖാരിയുടെ രചനയാണ്. അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരിയുടെ ഗ്രന്ഥമാണ്. ഇമാം മുസ്ലിം ഈ 6 പേരുടെയും ഫുൾ നെയിം ഒക്കെ പഠിച്ചു വെക്കുക. അതേപോലെ 4 ഇമാമുമാരുടെയും ഫുൾ നെയിം ഇമ്പോർട്ടന്റ് ആണ്, അതും പഠിച്ചു വെക്കുക. ഇഷ്തഹർ അൽ ബുഖാരി. ബുഖാരി പ്രശസ്തനായത് ഒരു മുഹദ്ദിസ് ആയിട്ടാണോ, മുഅറഖ് ആയിട്ടാണോ? മുഅറഖ് എന്ന് പറയുമ്പോൾ ഒരു ചരിത്രകാരൻ ആയിട്ടാണോ, തൊബീബ് ആയിട്ടാണോ, മുഫസ്സിർ ആയിട്ടാണോ? ഏത് ഫീൽഡിലാണ് ബുഖാരി ഫേമസ് ആയത് എന്നുള്ളതാണ് ചോദ്യം. 2019, 2021 ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. യെസ്, സംശയമില്ല, മുഹദ്ദിസ് ആയിട്ടാണ്, ഒരു ഹദീസ് പണ്ഡിതൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇമാം അൽ ബുഖാരി പ്രശസ്തനായത്. അടുത്തൊരു ചോദ്യം 2022 ചോദിച്ച ചോദ്യമാണ്. ഇപ്പോ ലേറ്റസ്റ്റ് ഇനി വരുന്ന കോമ്പറ്റിറ്റീവ് എക്സാമിലൊക്കെ ഓരോ രചനകളുടെ മൗലു ആണ് അവർ ചോദിക്കുന്നത്. PSC ആണെങ്കിലും കേട്ടറ്റ് ആണെങ്കിലും വിഷയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. രചനകൾ ആരുടേതാണ് എന്നതിലുപരി ആ രചനകളുടെ കണ്ടന്റ് എന്താണ് എന്നുള്ള ചോദ്യം ആണ് ഇപ്പൊ നമുക്ക് കോമ്പറ്റിറ്റീവ് എക്സാമിലൊക്കെ വരുന്നത്. അപ്പൊ അതില് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അപ്പൊ ഇവിടെ മൗലൂഉ കിതാബു അൽ അദബുൽ മുഫ്രദ്. അൽ അദബുൽ മുഫ്രദ് എന്നുള്ള ഗ്രന്ഥം ആരുടേതാണ്? ബുഖാരി. അതെ, ഇമാമുൽ ബുഖാരിയുടെ ഗ്രന്ഥമാണ് അൽ അദബുൽ മുഫ്രദ്. അതിന്റെ വിഷയമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അൽ ഹദീസുൻ നബവി, അൽ ഫിഖ്ഹുൽ ഇസ്ലാമി, അസ്റാറു ശരീഅ, അത്തഫ്സീർ. യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അൽ ഹദീസുൻ നബവി ആണ് അതിലെ വിഷയം. അൽ അദബുൽ മുഫ്രദ് എന്ന കിതാബിലെ വിഷയം അൽ ഹദീസുൻ നബവി ആണ്. നെക്സ്റ്റ് ചോദ്യം, അൽ ബുഖാരി വ മുസ്ലിം. ബുഖാരിയും മുസ്ലിമും അറിയപ്പെടുന്നത് അൽ മുഫസ്സിറാനി എന്നുള്ള പേരിലാണോ, അൽ മുഅറഖാനി അതോ അഷ്ശൈഖാനി എന്നുള്ള പേരിലാണോ, അഷ്ശാഇറാനി? ഇതിൽ ഏത് പേരിലാണ് അല്ലെങ്കിൽ ഏത് വിശേഷണത്തിലാണ് ബുഖാരിയും മുസ്ലിമും അറിയപ്പെടുന്നത്? ഉത്തരങ്ങൾ നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ മടി കാണിക്കരുത്. ചിലപ്പോ ടൈപ്പ് ചെയ്ത് തെറ്റുന്ന ഈ ഒരു ഉത്തരാവും നാളെ നിങ്ങൾക്ക് കേട്ടിട്ട് കിട്ടാൻ കാരണമാവുക. അല്ലെ, നമ്മൾ തെറ്റിക്കഴിഞ്ഞാലാണ് കൂടുതൽ നമ്മൾ ഓർമ്മിക്കുക, നമ്മുടെ മനസ്സിൽ നിൽക്കുക. അപ്പോ തെറ്റിയാലും ശരിയായാലും ഒക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അഷ്ശൈഖാൻ. അഷ്ശൈഖാൻ ഫിൽ ഹദീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അഷ്ശൈഖാൻ ഫിൽ ഹദീസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് 2 ഷെയ്ഖുമാർ ആരാണ്? അൽ ബുഖാരി വ മുസ്ലിമാണ്. അടുത്ത ചോദ്യം, മിൻ അഇമ്മത്തി ഉലമാഇൽ ഹദീസ് വതിൽമീദിൽ ബുഖാരി വലഹു അശ്ശമാഇലുൻ നബവിയ്യ. യെസ്, 2020 കേട്ടറ്റിന് ചോദിച്ച ചോദ്യമാണ്. ഹദീസ് പണ്ഡിതന്മാരിൽ ഏറ്റവും അല്ലെങ്കിൽ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. തിൽമീദുൽ ബുഖാരി, ബുഖാരിയുടെ ശിഷ്യനാണ്. വലഹു അശ്ശമാഇലുൻ നബവിയ്യ, അദ്ദേഹത്തിന് എന്തുണ്ട്? ശമാഇലുൻ നബവിയ്യ എന്നുള്ള ഒരു ഗ്രന്ഥമുണ്ട്. ആരാണ് ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ഇമാം ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അൽ ഇമാമു തിർമിദി, അൽ ഇമാമു മുസ്ലിം, അൽ ഇമാമു ഇബ്നു മാജ, അൽ ഇമാമു അബൂ ദാവൂദ്. യെസ്, ഇമാമു തിർമിദിയാണ് ആൻസർ. ഇദ്ദേഹത്തിൻ്റെതാണ് ശമാഇലുൻ നബവിയ. അതേപോലെ ഇദ്ദേഹം ബുഖാരിയുടെ ശിഷ്യനാണ്. മറ്റൊരു ചോദ്യം,
കിതാബുൻ മിനസ് സിഹാഹി സിത്ത ഇഷ്തഹറ ബി അസ്സുനനു സുഗറ. സിഹാഉ സിത്തയിൽപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം അറിയപ്പെടുന്നത് അസ്സുനനു സുഗറ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. സ്വഹീഹു മുസ്ലിം ആണോ, ജാമിഉ തിർമിദി ആണോ, സുനൻ അബീ ദാവൂദ് ആണോ, സുനൻ നസായി ആണോ? ഇതിൽ ഏത് ഗ്രന്ഥമാണ് അസ്സുനനു സുഗറ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്? യെസ്, സുനനു നസായി എന്നുള്ള ഗ്രന്ഥമാണ്. അതായത് ഇമാം നസായിയുടെ സുനനു നസായി ആണ് സുനനു സുഗറ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. യെസ്. അപ്പൊ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അഷ്യാറു ഫിൽ അസ്റിൽ അബ്ബാസിയിലേക്ക് വരികയാണ്. അല്ലെ, നിങ്ങൾ അഷ്യാറു ഫിൽ അസ്റിൽ അബ്ബാസി നിങ്ങൾ ബഷാർ മുതൽ ബഷാർ ഇബ്നു ബുർദ് മുതൽ ഒരുപാട് കവികളെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യം തന്നെ, ഇന്ന ബഷാർ ഇബ്നു ബുർദ്, ബഷാർ ഇബ്നു ബുർദ് ആരായിരുന്നു എന്നതാണ് ചോദ്യം. ഖലീഫത്തുൽ അബ്ബാസി ആണോ? അബ്ബാസി ഖലീഫയായിരുന്നോ? ഫൈലസൂഫൻ മിസ്രി, ഈജിപ്ഷ്യൻ ഫിലോസഫർ ആയിരുന്നോ? ഖതീബൻ ഇസ്ലാമി, ഒരു ഇസ്ലാമിക് ഒറേറ്റർ ആയിരുന്നോ? ഇസ്ലാമിക് പ്രാസംഗികനായിരുന്നോ? അതോ ഷാഇറൻ അബ്ബാസിയൻ, ഒരു അബ്ബാസി കവിയായിരുന്നോ? ബഷാർ ഇബ്നു ബുർദ് ആരായിരുന്നു എന്നുള്ളതാണ് 2019 ചോദിച്ച ചോദ്യമാണ്. യെസ്, അദ്ദേഹം ഒരു അബ്ബാസി കവിയായിരുന്നു, ഷാഇറൻ അബ്ബാസി. മറ്റൊരു ചോദ്യം വെരി ഇമ്പോർട്ടന്റ് ആണ്, 2017 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഡാഷ് ഹുവ ഇമാം ഷുഅറാഇൽ മുവല്ലിദീൻ. നമുക്കറിയാം അബ്ബാസി കാലഘട്ടത്തിലെ കവികൾക്ക് അല്ലെ പ്രത്യേകമായിട്ട് 2 പേരുകളുണ്ട്. അതായത് അവര് അബ്ബാസി കാലഘട്ടത്തെ കവികള് അഷ്ഉറാഉൽ മുവല്ലിദീൻ ആയിരുന്നു. അതേപോലെ അഷ്ഉറാഉൽ മുഹദ്ദിസീൻ എന്നുള്ള പേരൊക്കെ ഈ കവികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ലെ, മുവല്ലിദീൻ എന്നുള്ള പേര് ലഭിക്കാനുള്ള കാരണം അല്ലെ അവര് പിന്നെ അവരുടെ പേരൻസ് ഒന്ന് അറബിയും മറ്റൊന്ന് അനറബിയും ആയിട്ടുള്ള പേരൻസിൽ നിന്ന് ജനിച്ചിട്ടുള്ള ആളുകളായിരുന്നു ഈ കവികൾ. അതുകൊണ്ട് തന്നെ മുവല്ലിദീൻ എന്നുള്ള പേര് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് അവരുടേതായിട്ടുള്ള നൂതനമായിട്ടുള്ള ഒരു ശൈലി, പുതിയ ഒരു ശൈലി അവരുടെ കവിതകളിൽ കണ്ടുകൊണ്ടിരുന്നത് തന്നെ അവർക്ക് എന്ത് പേര് കിട്ടിയിട്ടുണ്ട്? ഷുഅറാഉൽ മുഹദ്ദിസീൻ എന്നുള്ള പേരും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഷുഅറാഉൽ മുവല്ലിദീങ്ങളിൽ അവരുടെ ഇമാം ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അബൂ തമാം, അൽ ബുഹ്തരി, ബഷാർ ഇബ്നു ബുർദ്, അബൂ നുവാസ്. യെസ്, നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ബഷാർ ഇബ്നു ബുർദ് തന്നെയാണ് ഇമാം ഷുഅറാഇൽ മുവല്ലിദീൻ. നെക്സ്റ്റ് ചോദ്യം, ഇംതാസ് അബൂ നുവാസ് ബിഡാഷ് ഫി ശഅരിഹി. അബൂ നുവാസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചപ്പോൾ അല്ലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏത് ഫീൽഡിലാണ് അദ്ദേഹം മികച്ചുന്നത്, അദ്ദേഹത്തിന്റെ കവിതകൾ കൂടുതലും ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അദ്ദേഹം എക്സലന്റ് ആയത് ഏത് കവിതയിൽ എക്സലൻസി നേടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ഇംതാസ് അബൂ നുവാസ് ബിഡാഷ്, അദ്ദേഹത്തിന്റെ കവിതകൾ തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒന്നിന്റെ നേതാവായിട്ട് തന്നെ അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. അൽ ഹംറിയാത്താണോ, റസായിയാത്താണോ, വസ്ഫിയാത്താണോ, ഫഹ്രിയാത്താണോ? യെസ്, ഷാഇറുൽ ഹംറിയാത്താണ് അല്ലെ അബൂ നുവാസ്. അപ്പൊ അദ്ദേഹം മദ്യവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ മദ്യത്തെ വസ്ഫ് ചെയ്യുന്ന ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ എക്സലൻസി നേടിയിട്ടുള്ള ഒരു കവിയായിരുന്നു, അബ്ബാസി കാലഘട്ടത്തിലെ കവിയായിരുന്നു അബൂ നുവാസ്. അടുത്ത ചോദ്യം, തജ്രി അർ-റിയാഹു ബിമാ ലാ തശ്തഹി അസ്-സുഫൻ വലാ ബുദ്ദ ദൂന അശ്-ശഹദി മിൻ ഇബ്രിൻ നഹൽ കുല്ലുഹ അഖ്വാലുൽ ഹിക്മ ലി. വളരെ ഹിക്മത്തായിട്ടുള്ള കൗലാണ് പീക്ക് തന്നിട്ടുള്ളത്. തജ്രി അർ-റിയാഹു ബിമാ ലാ തശ്തഹി അസ്-സുഫൻ വലാ ബുദ്ദ ദൂന അശ്-ശഹദി മിൻ ഇബ്രിൻ നഹൽ. അതായത് ഹാർഡ് വർക്കിനെ സൂചിപ്പിക്കുന്ന വരികളാണ്. എഫേർട്ട് എടുക്കാതെ ഒരിക്കലും വിജയം നമുക്ക് നേടാൻ സാധിക്കുകയില്ല എന്നുള്ള ആശയം തരുന്ന വരികളാണ്.
അതേപോലെ തന്നെ അതിന്റെ ആ ഭാഗം തെജ്രിയ റിയാഹു ബിമാല തെഷ്തഹിയ സുഫൻ, അതായത് കപ്പൽ ആഗ്രഹിക്കുന്ന ദിശയിലേക്കല്ല കാറ്റ് വീശുന്നത് എന്നുള്ളതാണ് ആദ്യം. വലാ ബുദ്ധ ദൂന ഷഹദി മിൻ ഇബ്രിൻ നഹൽ, പിന്നെ എന്താണ് തേനീച്ചയുടെ ആ ഒരു തേനീച്ചയെ അഭിമുഖീകരിക്കാതെ നമുക്ക് എന്ത് കിട്ടില്ല, പിന്നെ തേൻ കിട്ടില്ല എന്നുള്ള ഒരു ആശയം വരുന്ന, അല്ലെങ്കിൽ എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കൂ എന്നുള്ള ആശയം വരുന്ന ഒരു വരിയാണ്. അതായത് ഹിക്മത്തായിട്ടുള്ള കൗലാണിത്. ഇത് ആരുടേതാണെന്നാണ് ചോദ്യം. അബുൽ ഫർജിൽ അസ്ഫഹാനി ആണോ, അൽ മൈദാനി ആണോ, അൽ മുത്തനബി, അബൂ തമാം? 2015 ചോദിച്ചൊരു ചോദ്യമാണ്. റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ചോദിക്കാനൊക്കെ സാധ്യത ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ അല്ലെ, ഹിക്മത്തായിട്ടുള്ള വരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അബ്ബാസി കാലഘട്ടത്തിലെ നമുക്ക് കൂടുതലായിട്ട് സ്കോപ്പ് ഉള്ളത് ആരാണ്? മുത്തനബി തന്നെയാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ അൽ മുത്തനബി. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കവിതയിലെ വരി തന്നെയാണ്. അൽ ഖൈലു വല്ലൈലു വൽ ബൈദാഉ തഅരിഫുനി വസ്സൈഫു വറംഹു വൽ ഖിർതാസു വൽ ഖലം എന്ന് പറയുന്ന ഫഹ്രി ആയിട്ടുള്ള വരിയാണത്. ഇത് ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സുഹൈർ ബിൻ അബി സൽമ, ഓപ്ഷൻ ബി അബുൽ അല അൽ മാരി, ഓപ്ഷൻ സി അൽ മുത്തനബി, ഓപ്ഷൻ ഡി അഹ്മദ് ഷൗഖി. 2018 ചോദിച്ച ചോദ്യമാണ്. യെസ്, ഓപ്ഷൻ സി മുത്തനബിയുടെ വരികളാണ്. അൽ ഖൈലു വല്ലൈലു വൽ ബൈദാഉ തഅരിഫുനി വസ്സൈഫു വറംഹു വൽ ഖിർതാസു വൽ ഖലം. എല്ലാവർക്കും എന്നെ അറിയാം എന്നുള്ള ഒരു ഫഹ്രി ആയിട്ടുള്ള വരിയാണ്, മുത്തനബി പാടിയിട്ടുള്ള വരിയാണ്. ഈ ഒരു വരി പാടിയത് കൊണ്ട് തന്നെ തൊട്ട് മുമ്പുള്ള സ്ലൈഡ് ഒന്നുകൂടി കാണിക്കുമോ? ഓക്കെ ഓക്കെ, ഇതാണോ? ഇതിന് തൊട്ട് മുമ്പുള്ള മുത്തനബി തൊട്ട് മുമ്പുള്ള 23. ഈ സ്ലൈഡ് അല്ലേ? 23ാമത്തെ. എനിക്ക് ബിഗ് സ്ക്രീൻ ആയതുകൊണ്ട് നമ്പർ കാണാനില്ല സ്ലൈഡിന്റെ. ഇതാണോ? ചോദ്യം 23. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. യെസ്. ഇപ്പൊ മുത്തനബിയുടെ ഫേമസ് ആയിട്ടുള്ള വരിയാണ്, എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള വരിയാണ്. അദ്ദേഹത്തെ കുറിച്ച് തന്നെ അദ്ദേഹം ഫഹ്രി ആയിട്ടുള്ള രീതിയിൽ പാടിയിട്ടുള്ള വരിയാണ്. ഈ വരി സൈഫ് വൽ കലം എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വരത്തില്ല മുത്തനബിയുടെ? അതെ അതെ അതെ, അത് റബ്ബു സൈഫ് വൽ കലം, അത് നമ്മുടെ അസുറുൽ ഹദീസിലുള്ളതല്ലേ, ബാറൂദിയെ വിശേഷിപ്പിക്കുന്ന, അത് ആ ഭാഗത്തല്ലേ പറയണത്? അതെ. അത് മുത്തനബി അല്ല, അത് അസുറുൽ ഹദീസിൽ വരുന്ന ബാറൂദിക്ക് നൽകിയിട്ടുള്ള ഒരു വിശേഷണമാണ്. അതല്ലേ ഉദ്ദേശിച്ചത്? അതെ 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 അതെ, ഓക്കെ. ഇവിടെ മുത്തനബിയുടെ കവിതയിലെ വരിയാണ്, അതായത് പിന്നെ കുതിരക്കും രാത്രിക്കും പിന്നെ അതേപോലെ പേനക്കും വാളിനും എല്ലാവർക്കും ഈ പറയുന്ന എല്ലാ സാധനങ്ങൾക്കും എന്നെ തിരിച്ചറിയാം, അത്രയും ഫേമസ് ആണ് ഞാൻ എന്ന് സൂചിപ്പിക്കുന്ന അദ്ദേഹം തന്നെ ഫഹ്രി ആയിട്ടുള്ള രീതിയിൽ പാടിയിട്ടുള്ള വരിയാണ്. അപ്പൊ ഈ വരി പാടിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫാത്തിഖുൽ അസദി വധിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഗുലാമ് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ പറഞ്ഞത്, നിങ്ങളിങ്ങനെ ഫഹ്രി ആയിട്ട് പാടിയതല്ലേ, എല്ലാവർക്കും നിങ്ങളെ അറിയാം, അപ്പൊ ആരും നിങ്ങളെ രക്ഷിക്കാൻ അവരൊക്കെ വരില്ലേ എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആ ചരിത്രത്തിൽ. ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ ഇത് മുത്തനബിയുടെ വരിയാണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. അദ്ദേഹം ഫഹ്രി ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം പാടിയിട്ടുള്ള, അദ്ദേഹത്തെ കുറിച്ച് തന്നെ അദ്ദേഹം പാടിയിട്ടുള്ള വരിയാണത്. അടുത്ത ചോദ്യം, ബി അയ്യി ലഖബിൻ ഇഷ്തഹറ അലി ഇബ്നുൽ അബ്ബാസ് ഇബ്നു ജുറൈഹ് അർ-റൂമി. അലി ഇബ്നുൽ അബ്ബാസ് ഇബ്നു ജുറൈഹ് അർ-റൂമി എന്ന കവി, അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആണ് കൊടുത്തിട്ടുള്ളത്, ഏത് ലഖബിലാണ് അറിയപ്പെട്ടത്, പ്രശസ്തനായത്? ഇബ്നുൽ അബ്ബാസ്, ഇബ്നു ജുറൈഹ്, ഇബ്നു റൂമി, ഗൈറു മാ ദുക്കിറ. അല്ലെങ്കിൽ ഈ ഒരു ഇബ്നു റൂമി
അല്ലെങ്കിൽ ഇബ്നുൽ അബ്ബാസ് ഇബ്നു ജുറൈഹ റൂമി എന്നുള്ള ഈ ഒരു കവിക്ക് ലഭിച്ച ലഖബ് ഏതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇബ്നു റൂമി, നമ്മൾ ഇബ്നു റൂമി എന്ന് വിളിക്കുന്ന കവി, അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആണ് എന്ത്? അലി ഇബ്നുൽ അബ്ബാസ് ഇബ്നു ജുറൈഹ് റൂമി. ഇദ്ദേഹത്തിന്റെ ലഖബാണ് ഇബ്നു റൂമി എന്നുള്ളത് ഓർത്തു വെക്കാം. അടുത്ത ചോദ്യം, അശ്ശാഇറുൽ അബ്ബാസി അല്ലദീ ലുഖിബ ബിസ്വരീഉൽ ഗവാനി. സ്വരീഉൽ ഗവാനി എന്നുള്ള ലഖബുള്ള അബ്ബാസി കാലഘട്ടത്തിലെ കവി ആരാണെന്നുള്ളതാണ് ചോദ്യം. സ്വരീഉൽ ഗവാനി എന്നുള്ള വാക്ക് ഈ പറയുന്ന കവിയുടെ കവിതയിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ഒരു വിശേഷണമാണ്. ഖലീഫയായിട്ടുള്ള ഹാറൂൺ അർ റഷീദ് ആണ് ഈ ഒരു പേര് വിശേഷണം, ഈ ഒരു ലഖബ് അദ്ദേഹത്തിന് കൊടുത്തത്. ഏതാണ് ആ കവി, അബ്ബാസി കവി എന്നുള്ളതാണ് ചോദ്യം. അബൂ തമാം, അബൂ നുവാസ്, മുസ്ലിം ഇബ്നുൽ വലീദ്, അൽ ബുഹ്തരി. യെസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മുസ്ലിം ഇബ്നുൽ വലീദ് എന്ന അബ്ബാസി കാലഘട്ടത്തിലെ കവിക്ക് ഖലീഫയായിട്ടുള്ള ഹാറൂൺ റഷീദ് കൊടുത്തിട്ടുള്ള ഒരു ലഖബായിരുന്നു സ്വരീഉൽ ഗവാനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൻ ശാഇറുൽ അബ്ബാസി അല്ലദീ ഇംതലഅ ഹയാതുഹു വഫിക്റഹു ബിസുനാഇയത്തി ത്വലാദ് മിസ്ല അൽ ഹയാത്ത് വൽ മൗത്ത് വത്തഫാഉൽ വത്തശാഉം. അബ്ബാസി കാലഘട്ടത്തിലെ ഒരു കവി, അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ചിന്തയിലും ഒക്കെ ഈ ഒരു സംഗതി സുനാഇയത്തു ത്വലാദ് നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു, അല്ലെങ്കിൽ സുനാഇയത്തു തലാദ് നിറഞ്ഞിട്ടുള്ള ചിന്തയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അതേപോലെ ചിന്തയിലും. അത് തന്നെ അദ്ദേഹത്തിന്റെ കവിതയിലും പ്രതിഫലിപ്പിച്ചിരുന്നു. അപ്പോ ഏതായിരുന്നു ആ കവി എന്നുള്ളതാണ് ചോദ്യം. സുനാഇയത്തു തലാദ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ, പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് ഒരേ സമയം തന്നെ ഒരു വാക്കും അതിന്റെ ഓപ്പോസിറ്റും ഒരുമിച്ച് വരുന്ന ഒരു രീതി, അതാണ് അവിടെ സുനാഇയത്തു തലാദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹയാത്തും മൗത്തും ഒരുമിച്ച് പ്രതിപാദിക്കുക, അതേപോലെ പിന്നെ ലൈല് നഹാർ, ഇതിനൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ആ ഒരു ചിന്തയെ ഒരുമിച്ച് തന്റെ കവിതകളിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി, ഷാഇർ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ബുഹ്തരി, അബൂ തമാം, അൽ മുത്തനബി, അൽ മഅരി. അബുൽ അല അൽ മഅരി. യെസ്, അബുൽ അല മഅരിയുടെ കവിതയുടെ ഒരു പ്രത്യേകതയായിരുന്നു എന്താണ് ഇത്തരം രീതിയിലുള്ള ചിന്ത, അതായത് സുനാഇയത്തു തലാദ്. അബുൽ അല മഅരി. നെക്സ്റ്റ് ചോദ്യം 2019 ചോദിച്ച ഒരു ചോദ്യമാണ്. ഷാഇറുൻ അബ്ബാസി ബഹ്സ അല ഇബ്ദാഇയതിഹി അദ്ദക്തൂർ ത്വാഹ ഹുസൈൻ. ഒരു അബ്ബാസി കവിയാണ് ബഹ്സ അല ഇബ്ദാഇയതിഹി അദ്ദക്തൂർ ത്വാഹ ഹുസൈൻ. നമുക്കറിയാം, ത്വാഹ ഹുസൈൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, അസ്റുൽ ഹദീസിലെ നാഖിദീങ്ങളിൽപ്പെട്ട ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു നിരൂപകനാണ് അസ്റുൽ ഹദീസിലെ. ത്വാഹ ഹുസൈൻ ഇദ്ദേഹത്തെ കുറിച്ച്, ആരെ കുറിച്ച്, ഈ അബ്ബാസി കവിയെ കുറിച്ച് പഠനം നടത്തുകയും അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയെ കുറിച്ചിട്ടൊക്കെ പഠനം നടത്തുകയും ഗ്രന്ഥങ്ങൾ രചിക്കുകയും ത്വാഹ ഹുസൈൻ തന്റെ പിന്നെ ഡോക്ടറേറ്റിന്റെ തീസിസ് ആയിട്ട് തന്നെ ഇദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള തീസിസ് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരാണ് ഈ ഒരു കവി, ഈ അബ്ബാസി കവി എന്നുള്ളതാണ് ചോദ്യം. അൽ ബുഹ്തരി, അബുൽ അല അൽ മഅരി, അൽ മുത്തനബി, അബൂ തമാം. ഈ കവിയുടെ പേരിൽ തന്നെയാണ് ത്വാഹ ഹുസൈൻ പിന്നെ നഖ്ദിയായിട്ടുള്ള ഒരു ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. യെസ്, ഓപ്ഷൻ ബി, അബുൽ അല അൽ മഅരിയെ കുറിച്ചിട്ടാണ് ത്വാഹ ഹുസൈൻ പഠനം നടത്തുകയും പിന്നെ രചനകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, സാഹിബു റിസാലത്തുൽ ഗഫ്രാൻ. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, 2022 ചോദിച്ചിട്ടുണ്ട്. റിസാലത്തുൽ ഗഫ്രാൻ എന്ന രചനയുടെ സാഹിബ് ആരാണ്? മുത്തനബി, അൽ ബുഹ്തരി, അബൂ നുവാസ്, അൽ മഅരി.
യെസ്, അൽ മാരി. അബുൽ അല അൽ മാരി ആണ് റിസാലത്തുൽ ഗഫ്രാന്റെ രചയിതാവ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 2023 ചോദിച്ച ചോദ്യമാണ് മൻ ഹുവ സാഹിബ് അൽ ലുസൂമിയാത്ത്. ലുസൂമിയാത്ത് എന്ന രചന നടത്തിയത് ആരാണ്? ലുസൂമിയാത്തിന്റെ രചയിതാവ് ആരാണ്? അൽ മസ്ഊദി, അത്തുബിരി, അൽ ബാറൂദി, അൽ മാരി. യെസ്, അബുൽ അല അൽ മാരിയുടേതാണ് ലുസൂമിയാത്തും അതേപോലെ റിസാലത്തുൽ ഗഫ്രാൻ. യെസ്, മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഷാഇറുൽ അബ്ബാസി യുഅറഫു ബി റഹീനുൽ മഹ്ബസൈൻ. അതായത് രണ്ട് തടവറകളുടെ വക്താവ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആ ഒരു വിശേഷണം ലഭിച്ചിട്ടുള്ള അബ്ബാസി കവി ആരാണ്? റഹീനുൽ മഹ്ബസൈൻ, രണ്ട് തടവറകളിൽ അകപ്പെട്ടവൻ. അൽ ഹാരിസ് ഇബ്നു ഹിലിസ, അബുൽ അല അൽ മാരി, ത്വറഫത്ത് ഇബ്നുൽ അബ്ദ്, അൻതറത്ത് ഇബ്നു ഷദ്ദാദ്. യെസ്, ഓപ്ഷൻ ബി അബുൽ അല അൽ മാരി ആണ് ആൻസർ. നമുക്കറിയാം അദ്ദേഹത്തിന്റെ രണ്ട് തടവറ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് അദ്ദേഹത്തിന്റെ അന്ധതയായിരുന്നു അല്ലെ, അതേപോലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഏകാഗിയായി കഴിയുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് മരണം വരെ. അപ്പൊ വീടും അദ്ദേഹത്തിന്റെ പിന്നെ അന്ധതയുമായിരുന്നു ആ രണ്ട് മഹ്ബസൈൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അടുത്ത ചോദ്യം സുമ്മിയത് ബഅദ ഖസായിദ അബി ഫറാസ് അൽ ഹമദാനി ബിറൂമിയാത്ത് ലിഅന്നഹു കതബഹ. അബൂ ഫറാസ് അൽ ഹമദാനിയുടെ ചില ഖസീദകൾ റൂമിയാത്ത് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു. റൂമിയാത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു പേരിൽ ഇദ്ദേഹത്തിന്റെ ഖസീദകൾ അറിയപ്പെട്ടത്? ലി അന്നഹു കതബഹ, കാരണം അദ്ദേഹം അത് രചിച്ചത് അൻ താരീഖി റൂം, റോം ചരിത്രത്തെ കുറിച്ച് രചിച്ചത് കൊണ്ടാണ്. അതോ ഓപ്ഷൻ ബി അൻ ഖിസ്സത്തി മലിക്കി റൂം, റോമിലെ രാജാവിന്റെ കഥ രചിച്ചത് കൊണ്ടാണോ? ഓപ്ഷൻ സി ഹുവ ഐസറു ഫിർ റൂം, റോമിൽ തടവിലാക്കപ്പെട്ട സമയത്ത് രചിച്ചത് കൊണ്ടാണോ? ഓപ്ഷൻ ഡി അൻ സഖാഫത്തി റൂം, റോമിലെ കൾച്ചർ അതിനെക്കുറിച്ച് രചിച്ചത് കൊണ്ടാണോ? യെസ്, എന്താണ്? പറയൂ, ഞാൻ കേട്ടില്ല. നേരത്തെ വെച്ച ഐസർ പറഞ്ഞതാ, ശരിയായി. ഓക്കെ അസീർ അപ്പുറത്തെ ഹുവ അസീറുൻ ഫിർ റൂം, അദ്ദേഹം റോമിൽ തടവിലാക്കപ്പെട്ട സമയത്ത്, പിടിക്കപ്പെട്ട ആ സമയത്ത് രചിച്ച ഖസീദയായതുകൊണ്ടാണ് റൂമിയാത്ത് എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. അബൂ ഫറാസ് അൽ ഹമദാനി. അടുത്ത ചോദ്യം സ്വാഹിബു ഖസീദത്തുൽ ബുർദ. സ്വാഹിബു ഖസീദത്തുൽ ബുർദ, ഖസീദത്തുൽ ബുർദയുടെ സ്വാഹിബ് ആരാണെന്നുള്ളതാണ് ചോദ്യം. അതായത് അസ്റുൽ അബ്ബാസിയിലെ ഒരു കവിയുടെ ഖസീദത്തുൽ ബുർദയുണ്ട്. അത് ആരാണെന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് ബിൻ സഈദ് ബിൻ മുഹമ്മദ്, ഹസ്സാൻ ബിൻ സാബിത്, സുഹൈർ ബിൻ അബി സൽമ. യെസ്, അസ്റുൽ അബ്ബാസിയിലെ കവിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സഈദിന്റേതാണ് ഖസീദത്തുൽ ബുർദ. ഇനി അടുത്തത് കവിതയിലെ വരിയാണ് തന്നിട്ടുള്ളത്. മിൻ ഹാദിഹിൽ അബയാത്ത് മുഹമ്മദ് സയ്യിദുൽ കൗനൈൻ വസ്സഖലൈൻ ബിൽ വൽ ഫരീഖൈൻ മിൻ അറബി വമിൻ അജമി. ഈ വരി ആരുടേതാണ്? നമുക്കറിയാം, ഈ വരി കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ബുർദയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരികളാണ്. അഹ്മദ് ഷൗഖി, ഹസ്സാൻ ബിൻ സാബിത്, കഅബ് ബിൻ സുഹൈർ, മുഹമ്മദ് ബിൻ സഈദ്.
യെസ്. അപ്പൊ നേരത്തെ രണ്ടാമത്തെ നമ്മൾ ബാഗ് വരാൻ കാരണം എങ്ങനെയാണ് രണ്ടാമത്തെ വരിയിൽ ഒരു ബാഗ് അത് കാണുന്നറിയാം. അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടാ. വസ്സഖലൈൻ വൽ ഫരീഖൈൻ മിൻ അറബി വമിൻ അജം തന്നെയാണത്. ഓക്കെ. അപ്പൊ അതിന്റെ കറക്റ്റ് ഉത്തരം വരുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള അബ്ബാസി കവിയായിട്ടുള്ള മുഹമ്മദ് ഇബ്നു സഈദിന്റെ ബുർദയിലെ ഖസീദത്തുൽ ബുർദയിലെ വരികളാണ്. അടുത്ത ചോദ്യം, താരീഖു തിബിരി യുഅറഫു ബി. താരീഖു തിബിരി എന്നുള്ള ഗ്രന്ഥം തിബിരിയുടെ ഒരു പ്രശസ്തമായിട്ടുള്ള ഇമാമ തിബിരിയുടെ ഗ്രന്ഥമാണ് താരീഖു തിബിരി. ഈ ഒരു ഗ്രന്ഥം അറിയപ്പെട്ടത് മറ്റൊരു നാമത്തിൽ കൂടി അറിയപ്പെട്ടിട്ടുണ്ട്. ഏതാണ് ആ പേര് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കിതാബുൽ അഖ്ബാർ വറുസുലു വൽ മുലൂക്ക്, താരീഖു റുസുലു വൽ അംബിയാ വൽ മുലൂക്ക്, കിതാബുൽ ഉമം വൽ മുലൂക്ക്, ജമീഉൽ മാ ദുക്കിറ. യെസ്, കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. താരീഖു റുസുലി വൽ അംബിയാ വൽ മുലൂക്കി എന്നുള്ള പേരിലാണ് താരീഖു തിബിരി എന്നുള്ള ഗ്രന്ഥം അറിയപ്പെട്ടിരുന്നത്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഫാത്തിഹുൽ ഗൈബ് ഹുവ കിതാബുൻ മഷ്ഹൂറുൻ ഫി. മഫാത്തിഹുൽ ഗൈബ് എന്നുള്ള ഗ്രന്ഥം അതിന്റെ വിഷയമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മഫാത്തിഹുൽ ഗൈബ് ആരുടെ ഗ്രന്ഥമാണ്? ഇമാം റാസി. ഇമാം റാസി. ഇമാം റാസിയുടെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥമാണ് മഫാത്തിഹുൽ ഗൈബ്. ഇത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഹുവ കിതാബുൻ മഷ്ഹൂറുൻ ഫി അൽ ഫൽസഫ ആണോ, തഫ്സീറുൽ ഖുർആൻ ആണോ, ഉസൂലുൽ ഫിഖ് ആണോ, ഇൽമുൽ കലാം ആണോ? യെസ്, തഫ്സീർ ആണ് മഫാത്തിഹുൽ ഗൈബിന്റെ വിഷയം, അല്ലെങ്കിൽ തഫ്സീറുൽ ഖുർആൻ ആണ് അതിലെ വിഷയം എന്നുള്ളത് ഓർത്തു വെക്കാം. നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ്. മഫാത്തിഹുൽ ഗൈബ് ആ ഗ്രന്ഥമാണ്. മഫാത്തിഹുൽ ഗൈബ് കിതാബുൻ അല്ലഫഹു അറാസി, ജംഖശ്രി, ഖൈറുദ്ദീൻ അസ്സർക്കലി, ഇബ്നു ഖൽദൂൻ. നേരത്തെ നിങ്ങൾ ഉത്തരം പറഞ്ഞു. ഓപ്ഷൻ എ അറാസി, ഇമാം അറാസിയുടെ ഗ്രന്ഥമാണ് മഫാത്തിഹുൽ ഗൈബ്. മറ്റൊരു ഗ്രന്ഥം അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ. അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ മിൻ മുഅല്ലഫാത്തി. ഇത് ആരുടേതാണ്? അബു ഹാമിദ് അൽ ഗസാലി ആണോ, ജലാലുദ്ദീൻ അസ്സുയൂത്തി, അബുൽ ഹസൻ അലി നദവി, ഇബ്നു ഖുതൈബ. അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ 2018 ചോദിച്ച ചോദ്യമാണ്. ജലാലുദ്ദീൻ അസ്സുയൂത്തിയുടെ ഗ്രന്ഥമാണ് അൽ ഇത്ഖാൻ. ജലാലുദ്ദീൻ അസ്സുയൂത്തി അതേപോലെ ജലാലുദ്ദീൻ അൽ മഹല്ലി അല്ലെ, രണ്ടുപേരും കൂടി രചിച്ചിട്ടുള്ള മറ്റൊരു ഗ്രന്ഥമുണ്ട്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, മാ മാദ്ദത്തു അൽ കിതാബ് അൽ ജലാലൈൻ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജലാലൈൻ, അൽ ജലാലൈൻ എന്നുള്ള ഗ്രന്ഥം രചിച്ചത് ജലാലുദ്ദീൻ അസ്സുയൂത്തിയും അതേപോലെ ജലാലുദ്ദീൻ അൽ മഹല്ലിയുമാണ്. ഇതിലെ കണ്ടന്റ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മാ മാദ്ദത്തുൽ കിതാബ് അൽ ജലാലൈൻ, ഉസൂലുൽ ഫിഖ്, തഫ്സീർ, അല്ലുഗ, ഫിഖ്. യെസ്, ഇതും തഫ്സീറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണ്. തഫ്സീറാണ് അൽ ജലാലൈൻ എന്ന ഗ്രന്ഥം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള പേര് തിരഞ്ഞെടുക്കാനാണ്. ഓരോന്നിലും 3 കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ആ 3ഉം യോജിച്ചു വരുന്നത് തിരഞ്ഞെടുക്കാൻ. എല്ലാം മസ്ഊദിയുടെ തന്നെയാണ്. അൽ മസ്ഊദി, ജാലൂനിയൂസ് അൽ അറബ്, അൽ ഹാവി, അൽ മസ്ഊദി, ബുഹ്തരിൽ മുഗറബ്, അൽ റിസാലത്തുൽ ഹസലിയ, അൽ മസ്ഊദി, ഹെറദൂത്ത് അൽ അറബ്, മുറൂജുൽ ദഹബ് വ മആദിനുൽ ജൗഹർ, അൽ മസ്ഊദി, റിഹാലത്തുൽ അറബ്, മുറൂജുൽ ദഹബ് വ മആദിനുൽ ജൗഹർ. ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. യെസ്, ഓപ്ഷൻ സി ആണ്
അൽ മസ്ഊദി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വിശേഷണമായിരുന്നു ഹെറഡോട്ട് അൽ അറബ്. അതേപോലെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് മുറൂജു ദഹബ് വ മആദിനുൽ ജൗഹർ. അപ്പൊ ഇതില് കറക്റ്റ് മൂന്നും കൂടി കറക്റ്റ് യോജിച്ചു വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ഫി അയ്യി ഹഖലിൻ ഇഷ്തഹറ അൽ മസ്ഊദി. മസ്ഊദി ഫേമസ് ആയിട്ടുള്ളത് ഏത് ഫീൽഡിലായിരുന്നു, ഏത് മേഖലയിലാണ്? അൽ ഫിഖ്ഹ്, ഉസൂലുൽ ഫിഖ്ഹ്, അത്താരീഖ്, അത്തഫ്സീർ. യെസ്, ഒരു ചരിത്രകാരനായിരുന്നു അല്ലെ മസ്ഊദി. താരീഖിലാണ് അദ്ദേഹം പ്രശസ്തനായത്. മറ്റൊരു ചോദ്യം, യതീമത്തു ദഹർ കിതാബുൻ അല്ലഫഹു. ആരുടേതാണ് യതീമത്തു ദഹർ എന്നുള്ള ഗ്രന്ഥം? യതീമത്തു ദഹർ ഇബ്നു ഖൽദൂൻ, ഇബ്നു ഖല്ലിഖാൻ, ഇബ്നു സൈദൂൻ, അബൂ മൻസൂർ അസ്സആലബി. യതീമത്തു ദഹർ അബൂ മൻസൂർ അസ്സആലബിയുടേതാണ്. യതീമത്തു ദഹർ അബൂ മൻസൂർ അസ്സആലബിയുടേതാണ്. ഇസ്മു ഇബ്നുൽ ഹൈത്തം സാഹിബു കിതാബുൽ മനാളിർ. ഇബ്നു ഹൈത്തമിന്റെ പേരാണ്. ഇബ്നു ഹൈത്തം എന്ന് പറയുമ്പോൾ കിതാബുൽ മനാളിർ എന്ന രചനയുടെ സാഹിബാണ്. താഴെ കൊടുത്തതിൽ ഏതാണ് അദ്ദേഹത്തിന്റെ പേര് എന്നുള്ളതാണ് ചോദിച്ചത്. അൽ ഹസൻ ബിനുൽ ഹൈത്തം എന്നാണോ, ഉമർ ബിനുൽ ഹൈത്തം എന്നാണോ, അമ്ർ ബിനുൽ ഹൈത്തം എന്നാണോ, ഉമർ ബിനുൽ ഹൈത്തം എന്നാണോ, അലി ബിനുൽ ഹൈത്തം എന്നാണോ, ഇബ്രാഹിം ബിനുൽ ഹൈത്തം എന്നാണോ? അൽ ഹസൻ ബിനുൽ ഹൈത്തം എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. കിതാബുൽ മനാളിറിന്റെ സാഹിബാണ്. ഇനി അടുത്ത ചോദ്യം, ലൈസ മിൻ കുത്തുബിൽ ജാഹിൽ. ജാഹിലിന്റെ ഗ്രന്ഥങ്ങളിൽ പെടാത്തത്. ഓപ്ഷൻ എ അൽ ബുഖ്ലാ, ഓപ്ഷൻ ബി അൽ ബയാൻ വത്തബീൻ, ഓപ്ഷൻ സി കിതാബുൽ ഹയവാൻ, ഓപ്ഷൻ ഡി അൽ ഉംദ. യെസ്, ഓപ്ഷൻ ഡി അൽ ഉംദയാണ് ജാഹിലിന്റെ ഗ്രന്ഥങ്ങളിൽ പെടാത്തത്. ബാക്കി മൂന്നും ജാഹിലിന്റെ ഗ്രന്ഥമാണ്. ഉംദ ആരുടെ ഗ്രന്ഥമാണ്? ഇബ്നു റഷീഖ് അൽ കൈറുവാനിയുടെ ഗ്രന്ഥമാണ്. നെക്സ്റ്റ് ചോദ്യം, കാന ഡാഷ് മിൻ അലാമിൽ മുഅ്തസില. 2014 ചോദിച്ച ചോദ്യമാണ്. താഴെ കൊടുത്ത വ്യക്തികളിൽ ഒരു വ്യക്തി മിൻ അലാമിൽ മുഅ്തസിലക്കാരിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. മുഹമ്മദ് തൈമൂർ, യൂസുഫ് അഷ്ശർവാനി, അൽ ജാഹിൽ, യഹ്യ ഹഖി. യെസ്, ജാഹിലിന്റെ ഭാഗം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അദ്ദേഹം മുഅ്തസിലക്കാരനായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരിക ഈ താഴെ കൊടുത്തവയിൽ ഓപ്ഷൻ സി ജാഹിലാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. വളരെ ഇമ്പോർട്ടന്റും എളുപ്പവും എന്നാൽ നമ്മൾ എത്ര പഠിച്ചാലും തെറ്റിക്കുന്ന ഭാഗമാണ് ഇനി വരാൻ പോകുന്നത്. മഖാമാത്തിന്റെ ഒരു ഭാഗം. ബദീഉൽ സമാൻ അൽ ഹമദാനി മഷ്ഹൂറുൻ ബി. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ബദീഉൽ സമാൻ അൽ ഹമദാനി ഏതിലാണ് പ്രശസ്തനായിട്ടുള്ളത്? ഷിഅറുൽ മദ്ഹ് ആണോ, റസാ ആണോ, കുത്തുബയിലാണോ, മഖാമാത്തിലാണോ? യെസ്, ബദീഉൽ സമാൻ അൽ ഹമദാനി മഖാമാത്തിന്റെ വക്താവാണ്. അതിൽ പ്രശസ്തനായിട്ടുള്ള സാഹിത്യകാരനാണ്. ഇനി അബുൽ ഫത്തഹ് അൽ ഇസ്കന്ദരി ഹുവൽ ബത്ൽ ഫി മഖാമാത്ത്. ആരുടെ മഖാമാത്തിന്റെ ബത്തലാണ് അബുൽ ഫത്തഹ് അൽ ഇസ്കന്ദരി? ഇക്കഴിഞ്ഞ PSCക്ക് വരെ ഈ ഒരു ചോദ്യം വളരെ വ്യത്യസ്തമായിട്ട് രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്ര നമ്മൾ നോക്കിയാലും എക്സാം ഹാളിൽ കൺഫ്യൂഷൻ ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ് മഖാമാത്തും അതിന്റെ ബത്തലും റാവി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അബുൽ ഫത്തഹ് അൽ ഇസ്കന്ദരി ആരുടെ മഖാമാത്തിലെ ബത്തലാണ് എന്നുള്ളതാണ് ചോദ്യം. ബദീഉൽ സമാൻ അൽ ഹമദാനി, അൽ ഹരീരി, അസ്സുയൂത്തി, സംഖശ്ശരി. അബുൽ ഫത്തഹ് അൽ ഇസ്കന്ദരി ബദീഉൽ സമാൻ അൽ ഹമദാനിയുടെ മഖാമാത്തിലെ ബത്തലാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് ഒരുമിച്ച് ഓർത്തു പോകുന്നത് നല്ലതാവും. ബദീഉൽ സമാൻ അൽ ഹമദാനിയുടെ മഖാമാത്തിലെ ബത്തല് അബുൽ ഫത്തഹ് അൽ ഇസ്കന്ദരിയാണ്. എന്നാൽ മഖാമാത്തു ഹരീരിയുടെ ബത്തൽ ആരാണ്? ഫറൂജി.
അബൂ സെയ്ദ് സറൂജി. സറൂജിയാണ്. അബൂ സെയ്ദ് അബൂ സറൂജി. സെയ്ദ് ഓക്കെ, അപ്പൊ സറൂജി. അത് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഓർത്തു വെക്കാൻ പാകത്തിലുള്ള കോഡ് വെച്ചിട്ട് തന്നെ പഠിക്കാം. പിന്നെ അതേപോലെ റാവി, നമുക്ക് തെറ്റുന്ന മറ്റൊരു ഇതാണ് റാവി. ഹമദാനിയുടെ മക്കാമാത്ത് ബദിയുസ്സമാൻ അൽ ഹമദാനിയുടെ മക്കാമാത്തിലെ റാവി ആരാണ്? ഈസബിനു ഹിഷാമാണ്. എന്നാൽ മക്കാമാത്തു ഹരീരിയിലെ റാവി ഹാരിസുബിനു ഹമ്മാമുൽ ബസ്രിയാണുള്ളത്. അതെ, അൽ ഹാരിസുബിനു ഹമ്മാമുൽ ബസ്രിയാണെന്നുള്ളത് ഓർത്തു വെക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നന്നായി പഠിച്ചാൽ മറ്റത് ഓർത്തെടുക്കാൻ പറ്റും. ഇനി 48 ഇവിടെയാണോ പറഞ്ഞത്? ഒന്നും കൂടി പറയൂ. ഓക്കെ. ബത്തലാണ് ആദ്യം പറഞ്ഞത്. മഖാമാത്തു ഹമദാനിയുടെ ബത്തലാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. അബുൽ ഫത്തഹ് അൽ ഇസ്കന്ദരിയാണ്. ബദിഉസ്സമാൻ അൽ ഹമദാനിയുടെ മക്കാമാത്തിലെ ബത്തലാണ് ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞത്. അബുൽ ഫത്തഹ് അൽ ഇസ്കന്ദരിയാണ് മക്കാമാത്തു ഹമദാനിയിലെ ബത്തല്. എന്നാൽ മക്കാമാത്തു ഹരീരിയിലെ ബത്തല് അബൂ സെയ്ദ് അസ്സറൂജിയാണ്. അബൂ സെയ്ദ് അസ്സറൂജി. ഓക്കെ. ഇനി പിന്നെ നമ്മൾ പറഞ്ഞത് റാവി. മക്കാമാത്തു ഹമദാനിയിലെ റാവി ഈസ ബിൻ ഹിഷാമാണ്. ഈസ ബിൻ ഹിഷാം. മക്കാമാത്തു ഹരീരിയുടെ റാവി അൽ ഹാരിസ് ബിൻ ഹമ്മാം. ഓക്കെ, യെസ്. ഇനി അടുത്ത ചോദ്യം, അവ്വലു കിതാബ് ആസറ ഫി ഇസ്ഹാബിൻ മുഷ്കിലത്തിൽ ഇൻതിഹാൽ ഫി ശിഅരിൽ അറബി. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് മുഷ്കിലത്തുൽ ഇൻതിഹാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇബ്നു സലാം അൽ ജുംഹിയുടെ ഭാഗം പഠിക്കുമ്പോൾ മുഷ്കിലത്തുൽ ഇൻതിഹാൽ അഥവാ ഖളിയത്തുൽ ഇൻതിഹാൽ, കവിതാ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിനാണ് നമ്മൾ എന്ത് പറയാ, ഒരു ഇഷ്യൂവിനാണ് നമ്മൾ മുഷ്കിലത്തുൽ ഇൻതിഹാൽ അല്ലെങ്കിൽ ഖളിയത്തുൽ ഇൻതിഹാൽ എന്ന് പറയാം. അപ്പൊ ഇതിനെ കുറിച്ച് ആദ്യമായിട്ട് ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ച വ്യക്തി ആരായിരുന്നു, അല്ലെങ്കിൽ ആ ഗ്രന്ഥം ഏതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അവ്വലു കിതാബ് ആസറ ഫി ഇസ്ഹാബി മുഷ്കിലത്തുൽ ഇൻതിഹാൽ ഫി ശിഅരിൽ അറബി. അറബി കവിതാ മോഷണത്തെ കുറിച്ച് പ്രതിപാദിച്ച ആദ്യത്തെ പുസ്തകം, ആദ്യത്തെ ഗ്രന്ഥം ഏതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഉയൂനുൽ അഖ്ബാർ, ഓപ്ഷൻ ബി അൽ ബയാൻ വത്തബീൻ, ഓപ്ഷൻ സി താജുൽ അറൂസ്, ഓപ്ഷൻ ഡി തബഖാത്തു ഫുഹൂലി ശുഅറാ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, നഖദിന്റെ ഭാഗത്ത് വരുന്ന ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, തബഖാത്തു ഫുഹൂലി ശുഅറാ. ഇത് ആരുടേതാണ്? ഇബ്നു സലാം ഈ ഒരു രചന വരുന്നത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് അറബി കവിതാ മോഷണങ്ങളെ കുറിച്ചിട്ടൊക്കെ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ടൊക്കെ നഖദ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളത്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, എന്നാൽ നമുക്ക് തെറ്റിക്കാറുള്ളതുമായിട്ടുള്ള ചോദ്യമാണ്. മൻ മുഅല്ലിഫു കിതാബ് അശ്ശിഅറു വശ്ശുഅറാ. അശ്ശിഅറു വശ്ശുഅറാ എന്നുള്ള കിതാബിന്റെ രചയിതാവ് ആരാണ്? ഇബ്നു ഖുതൈബ, അൽ മുബാറക് ഫൂരി, അബുൽ ഫഖീർ, സൈനുൽ ആബിദീൻ, അബ്ദുൽ കലാം, താഹ ഹുസൈൻ. യെസ്, ഇബ്നു ഖുതൈബയുടെ ഗ്രന്ഥമാണ്, രചനയാണ് അശ്ശിഅർ വശ്ശുഅറാ. യെസ്. അടുത്ത ചോദ്യം, മാ ഹുവ അവ്വലു കിതാബ് അല്ലഫ ഫി താരീഖിൽ അദബിൽ അറബി. അറബി സാഹിത്യ ചരിത്രത്തെ കുറിച്ച് രചിച്ചിട്ടുള്ള ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? യെസ്, ആൻസർ വരിക ഓപ്ഷൻ സി ത്വബഖാത്തു ശുഅറാ ആണ്. ത്വബഖാത്തു ശുഅറാ. യെസ്. നെക്സ്റ്റ് ചോദ്യം, യുഅ്തബറു അൽ ഖലീൽ ഇബ്നു അഹ്മദ്. ഇപ്പം പറഞ്ഞതിന്റെ ആൻസർ ഒന്ന് പറയോ? താരീഖുൽ അദബിൽ അറബി, അറബി സാഹിത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യമായി രചിച്ച പുസ്തകം ഏതാണ്?
അതിന്റെ ഉത്തരാണ് തബഖാത്തു ശുഅറാ. മിസ് തബക്കത്ത് ഷുറാന്റെ ആരാള്? തബഖാത്തു ശുഅറാ ആരുടെയാണ്? നമ്മളിപ്പോ അശ്ശിഅറു വശുഅറാ ആരുടേതായിരുന്നു? ഇബ്നു ഇബ്നുസലാം ജുമഹിന്റെ ആണ് തബക്കാത്ത് ഷുറ. അത് തബഖാത്തു ഫുഹൂൽ ശുഅറാ ആണ്. തബഖാത്തു ശുഅറാ ഇബ്നു ഖുതൈബക്കും ഉണ്ട്. ഓക്കെ, അദബുൽ കാത്തിബ് ആരുടെയാണ്? അബു ഇബ്നു കുതൈബന്റെതല്ലേ? അദബുൽ കാത്തിബ്. ഇവയുടേത്. അതെ, യെസ്. യുഅ്തബറു അൽ ഖലീൽ ഇബ്നു അഹ്മദ്. അടുത്ത ചോദ്യമാണ്, ഖലീൽ ഇബ്നു അഹ്മദ് ഇദ്ദേഹം ഏതിന്റെ വാലി ആയിട്ടാണ് അറിയപ്പെടുന്നത്? ഇൽമു താരീഖിന്റെ വാലിയോ ഇൽമു താരീഖാണോ, വാലിയോ ഇൽമുൽ ലുഗയാണോ, വാലിയോ ഇൽമുൽ അറൂൽ ആണോ, വാലിയോ ഇൽമുൽ ബലാഗയാണോ? അൽ ഖലീൽ ഇബ്നു അഹ്മദ്. യെസ്, കറക്റ്റ് ആൻസർ ഇൽമുൽ അറൂലയുടെ വാലി ആണ് ആര്? അൽ ഖലീൽ ഇബ്നു അഹ്മദ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവ്വലു മുഅ്ജമുൻ അറബി, ആദ്യത്തെ അറബിക് ഡിക്ഷണറി ഏതാന്നുള്ളതാണ് ചോദ്യം. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അവ്വലു മുഅ്ജമുൻ അറബി, ഓപ്ഷൻ സി കിതാബുൽ ഐൻ ആണ് കറക്റ്റ് ആൻസർ. കിതാബുൽ ഐൻ. അതുപോലെ കിതാബുൽ ഐൻ അവ്വലു ഖാമൂസ് ഫിൽ അറബിയ, നേരത്തെ നമ്മൾ പറഞ്ഞ ചോദ്യമാണ്. കതബഹ, ഇത് ആരുടേതാണ്? കിതാബുൽ ഐൻ ആരുടേതാണ്? 2023 ചോദിച്ച ചോദ്യമാണ്. ഖലീൽ ഇബ്നു അഹ്മദിന്റേത് തന്നെയാണ് കിതാബുൽ ഐൻ എന്നുള്ള ആദ്യത്തെ അറബിക് ഡിക്ഷണറി. ഖലീൽ ഇബ്നു അഹ്മദ്. അൽ ഖലീൽ ഇബ്നു അഹ്മദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അൽ ഖലീൽ ഇബ്നു അഹ്മദ് മഷ്ഹൂറുൻ ഫി മജാൽ അൽ ബലാഗ, അൽ ഫിഖ്ഹ്, അൽ തഫ്സീർ, അൽ അറൂദ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ മറ്റൊരു രൂപത്തിൽ വന്നു എന്നുള്ളൂ. ഏത് ഫീൽഡിലാണ് ഇദ്ദേഹം പ്രശസ്തനായത്? യെസ്, അറൂല. അറൂലയുടെ സ്ഥാപകനാണ്, വാലി ആണ്. അപ്പോൾ അറൂല എന്നുള്ള ഫീൽഡിലാണ് ഇദ്ദേഹം പ്രശസ്തനായിട്ടുള്ളത്. അൽ കസാഇ. യെസ്, നമ്മൾ നഹ്വിലേക്ക് വരികയാണ്. അൽ കസാഇ ഇഷ്തഹറ ഫി മജാൽ. നസായി അല്ല, നസായി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു സിഹാവ് സിത്തയില്. ഇവിടെ കസാഇ ഇദ്ദേഹം പ്രശസ്തനായത് അൽ ബലാഗ, അൻ നഹ്വ്, അൽ തഫ്സീർ, അൽ ഫിഖ്. യെസ്, കറക്റ്റ് ആൻസർ നഹ്വ് ആണ്. മദ്രസത്തുൽ കൂഫിയുടെ ഇമാമായിരുന്നു കസാഇ എന്നുള്ളത് പ്രത്യേകം ഓർത്തു വെക്കുക. അത് തന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. മിൻ അഅലാമി മദ്രസത്തിൽ കൂഫിയ ഫിൻ നഹ്വ്. കൂഫി സ്കൂൾ ഓഫ് ഗ്രാമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിഗർ ആരാണെന്നുള്ളതാണ്, താഴെ കൊടുത്തവയിൽ ആരാണെന്നുള്ളതാണ് ചോദ്യം. മുബറദാണോ, കസാഇ ആണോ, ഖലീൽ ഇബ്നു അഹ്മദ് ആണോ, സീബവൈഹി ആണോ? കസാഇ. മദ്രസത്ത് കൂഫി, കസാഇ, അങ്ങനെ ആ ഒരു രീതിയിൽ ഓർത്തു വെക്കുക. യെസ്. മറ്റൊരു ചോദ്യം, സീബവൈഹി മഷ്ഹൂറുൻ ഫി മജാൽ. സീബവൈഹി പ്രശസ്തനായത് ഏത് ഫീൽഡിലാണ്? സീബവൈഹി നമുക്ക് സംശയമൊന്നുമില്ല, നമ്മൾ ഗ്രാമർ പാർട്ടിൽ ഇദ്ദേഹത്തിന്റെ പേര് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അന്നഹ്വ് തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ചോദ്യങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. വാലിഉ ഇൽമുൻ നഹ്വ്, അവ്വലു മൻ വളഅ ഇൽമുൻ നഹ്വ് എന്ന് ചോദിക്കുമ്പോൾ അബുൽ അസ്വദ് അദ്ദുലി ആണ് ഉത്തരം വരാറ്. അബുൽ അസ്വദ് അദ്ദുലി. പിന്നെ അവ്വലു മൻ ബസത്ത ഇൽമുൻ നഹ്വ്, അങ്ങനെ ചോദ്യം വരുമ്പോൾ, അതായത് ബസ്വത്ത എന്ന് പറയുമ്പോൾ ആ ഇൽമുൻ നഹ്വിനെ സ്പ്രെഡ് ചെയ്തത്, എക്സ്റ്റെൻഡ് ചെയ്തത്, വിശാലമാക്കിയത് ആര് എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് എന്ത് വരിക? സീബവൈഹി എന്നുള്ള ഉത്തരം വരിക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ ചോദ്യത്തിന്റെ സ്ട്രക്ചർ വരാറ്. അവ്വലുമൻ വളഅ ഇൽമുൻ നഹ്വ് ആണെങ്കിൽ അബുൽ അസ്വദ് അദ്ദുലി ആണ്. അബുൽ, നിങ്ങൾ ടെക്സ്റ്റ് നിങ്ങൾ കോളേജ് ഭാഗത്തൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ അബുൽ അസ്വദ് അദ്ദുലിയുടെ പേരാവും കണ്ടിട്ടുണ്ടാവുക. അവ്വലുമൻ ബസ്വത്ത ഇൽമുൻ നഹ്വ് എന്ന് ചോദിച്ചാലാണ് സീബവൈഹി വരിക. എന്തായാലും രണ്ടുപേരും ഇൽമുൻ നഹ്വുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണെന്നുള്ളത് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ചോദ്യം, അവ്വലു കിതാബ്
അസാറ ഫീസ് ഹാബി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. തബക്കാത്ത് പോലു ഷുറ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണെന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. ആ അതെ അതെ അതെ. അഷ്യാറു വഷ്ഷുറ. അജു സാറെ തബക്കാത്തു ഷുറ ഇബ്നു ഖുതൈബയുടെ അല്ലേ? തബക്കാത്തു ഷുറ ഇബ്നു സലാമുൽ ജുംഹിക്കുണ്ട്. തബക്കാത്ത് ഫൂലു ഷുറ അത് തന്നെയാണ്. പിന്നെ തബക്കാത്ത് ഷുറ എന്ന പേരിൽ അബ്ദുല്ലാഹിബിൻ മുഅ്തസിനുണ്ട്. ഇബ്നു ഖുതൈബക്ക് ഉണ്ടോ? ഇബ്നു ഖുതൈബക്ക് ഉണ്ടോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. പക്ഷെ അബ്ദുല്ലാഹിബിൻ മുഅ്തസിനുണ്ട് തബക്കാത്ത് ഷുറ എന്ന പേരിൽ. ഓക്കെ. ഇബ്നു ഖുതൈബ അങ്ങനെ കണ്ട പോലെ ഉണ്ട്. ഓക്കെ, എന്തായാലും ഒന്ന് കൺഫേം ചെയ്തിട്ട് അറിയിക്കാം എന്തായാലും. അല്ല, ഇബ്നു ഖുതൈബക്ക് ഇല്ലാന്നാ മനസ്സിലാക്കുന്നത്. തബക്കാത്തു ഷുറ എന്നുള്ളത് ഇബ്നു സലാമുൽ ജുംഹിയുടെയും പിന്നീട് അത് പ്രിന്റ് ചെയ്യപ്പെട്ടവയെ തബക്കാത്തു ഫുഹൂലു ഷുറ എന്ന പേരിലേക്ക് മാറ്റി. പിന്നെ തബക്കാത്തു ഷുറ എന്ന പേരിൽ പിന്നീടുള്ള പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന അബ്ദുല്ലാഹിബിൻ മുഅ്തസിന്റെ ഗ്രന്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലുണ്ട് ബദിയയിൽ പഠിപ്പിക്കുമ്പോഴുണ്ട്. ബദിയയിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ വിഷയം. ഓക്കെ, അപ്പൊ ഇബ്നു ഖുതൈബക്ക് തബക്കാത്തു ഷുറ ഇല്ല എന്ന് ഉറപ്പാണ് അല്ലെ? ഉറപ്പാണ്. അഷ്ഇർ വ ഷുറ ആണ് മുപ്പർക്കുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ ശരി. അപ്പൊ ഇനിയുള്ള ചോദ്യങ്ങള് ഇത് ഡിസ്കസ് ചെയ്തോ. ലൈസ മിൻ അനാസിരിൽ അദബ്, ഇത് നോക്കിപ്പോ. ഹയാല്, ആതിഫ, ഉസ്ലൂബ് അനാസിറിൽ അദബിൽ പെട്ടതാണ്. അതിൽ പെടാത്തത് ഉമ്മുർ റസ്മ്, അതിൽ പെടാത്തതാണ്. അനാസുൽ അദബ് 4 എണ്ണാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അൽ ഖയാല്, മആനി, മആനി, ഖയാല്, ഉസ്ലൂബ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആതിഫത്ത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. തബക്കാത്തു ഷുറ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, യെസ്. അപ്പോ ഒരുവിധം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ശുക്രൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.